ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. ദുരന്ത നിവാരണ നിയമ ഭേദഗതി ഉൾപ്പെടെ 6 പുതിയ ബില്ലുകൾ പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ അവതരിപ്പിക്കും. 2030ഓടെ ഇലക്ട്രോണിക്സ് ഉൽപാദനത്തിൽ $50,000 കോടി മൂല്യം കൈവരിക്കാൻ ലക്ഷ്യമിട്ട് ഇന്ത്യ. വാഹനങ്ങളുടെ മുൻവശത്ത് ഫാസ്ടാഗ് ഘടിപ്പിക്കാത്തവരിൽ നിന്ന് ഇരട്ടി ടോൾ ഈടാക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ. മയക്കുമരുന്നുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുമായി പങ്കിടാൻ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ദേശീയ ഹെൽപ്പ് ലൈൻ നിലവിൽ വന്നു. വടക്കൻ കേരളത്തിൽ കനത്ത നാശം വിതച്ച് മഴ തുടരുന്നു. 4 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. 5 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. ഏഷ്യാകപ്പ് വനിതാ ട്വന്റി ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. വാർത്തകൾ വിശദമായി. ദുരന്ത നിവാരണ നിയമ ഭേദഗതി ഉൾപ്പെടെ 6 പുതിയ ബില്ലുകൾ പാർലമെന്റിന്റെ അടുത്തയാഴ്ച ആരംഭിക്കുന്ന വർഷകാല സമ്മേളനത്തിൽ കേന്ദ്ര സർക്കാർ അവതരിപ്പിക്കും. ലോക്സഭാ സെക്രട്ടേറിയറ്റ് പുറത്തിറക്കിയ പാർലമെന്റ് ബുള്ളറ്റിനിലാണ് ബില്ലുകളുടെ പട്ടിക പ്രസിദ്ധീകരിച്ചത്. വിശദാംശങ്ങളിലേക്ക്. വ്യോമയാന മേഖലയിൽ വാണിജ്യ നടപടിക്രമങ്ങൾ ലഘൂകരിക്കാൻ 1934 എയർക്രാഫ്റ്റ് ആക്ടിന് പകരമായി ഭാരതീയ വായുയാൻ വിധേയക് 2024 പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ധനകാര്യ ബില്ലുകളും പട്ടികയിലുണ്ട്. സ്വാതന്ത്ര്യലബ്ധിക്ക് മുമ്പേ നിലവിലുള്ള നിയമത്തിന് പകരമുള്ള ബോയിലേഴ്സ് ബിൽ, കോഫി ബിൽ, റബ്ബർ ബിൽ തുടങ്ങിയവയും പരിഗണനയിലുണ്ട്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 22-ന് ആരംഭിക്കും. അടുത്ത മാസം 12 വരെ സമ്മേളനം തുടരും. ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഈ മാസം 23-ന് കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കും. അതിനിടെ ലോക്സഭാ സ്പീക്കർ ഓം ബിർള പാർലമെന്ററി അജണ്ട തീരുമാനിക്കുന്ന കാര്യോപദേശക സമിതി രൂപീകരിച്ചു. സമിതിയുടെ അധ്യക്ഷൻ സ്പീക്കറായിരിക്കും. ന്യൂസ് ഡെസ്ക് ആകാശവാണി. 2030ഓടെ ഇലക്ട്രോണിക്സ് ഉൽപാദനത്തിൽ $50,000 കോടി മൂല്യം കൈവരിക്കാൻ ലക്ഷ്യമിട്ട് ഇന്ത്യ. ഫിനിഷ്ഡ് ഗുഡ്സ് നിർമ്മാണത്തിൽ നിന്ന് $35,000 കോടി ഘടക നിർമ്മാണത്തിൽ നിന്ന് $15,000 കോടി ലക്ഷ്യമിടുന്നു. നിതി ആയോഗ് വൈസ് ചെയർമാൻ സുമൻ ബെറി ന്യൂഡൽഹിയിൽ പുറത്തിറക്കിയ രേഖയിലാണ് ഇക്കാര്യമുള്ളത്. ഇന്ത്യയുടെ ഇലക്ട്രോണിക്സ് മേഖല അതിവേഗ വളർച്ച കൈവരിച്ചെന്നും 2023-ൽ $15,500 കോടി മൂല്യത്തിലെത്തിയെന്നും റിപ്പോർട്ട് എടുത്തുകാട്ടി. വാഹനങ്ങളുടെ മുൻവശത്ത് ഫാസ്ടാഗ് ഘടിപ്പിക്കാത്തവരിൽ നിന്ന് ഇരട്ടി ടോൾ ഈടാക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ. വാഹനങ്ങളുടെ വിൻഡ്സ്ക്രീനിൽ ബോധപൂർവം ഫാസ്ടാഗ് ഘടിപ്പിക്കാത്തത് ടോൾ പ്ലാസകളിൽ അനാവശ്യമായ കാലതാമസത്തിന് കാരണമാകുമെന്നും ഇത് ദേശീയപാത ഉപയോക്താക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവെന്നും അതോറിറ്റി ചൂണ്ടിക്കാട്ടി. മുൻവശത്തെ വിൻഡ്ഷീൽഡിൽ ഫാസ്ടാഗ് ഘടിപ്പിച്ചില്ലെങ്കിൽ ഇരട്ടി ഫീസ് ഈടാക്കാൻ എല്ലാ യൂസർ ഫീ കളക്ഷൻ ഏജൻസികൾക്കും വിശദമായ നടപടിക്രമങ്ങൾ ഉൾപ്പെടെ നിർദ്ദേശം നൽകി. നിലവിൽ രാജ്യത്തെ 1000-ഓളം ടോൾ പ്ലാസകളിൽ ഫീസ് ഈടാക്കുന്നുണ്ട്. ഏകദേശം 8 കോടിയോളം വാഹന ഉപയോക്താക്കൾ ടോൾ അതിവേഗത്തിൽ അടയ്ക്കാനുള്ള ഓൺലൈൻ സംവിധാനമായ ഫാസ്ടാഗ് എടുത്തിട്ടുണ്ട്. മയക്കുമരുന്നുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുമായി പങ്കിടാൻ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ദേശീയ ഹെൽപ്പ് ലൈൻ നിലവിൽ വന്നു. മനസ്സ് എന്ന ഹെൽപ്പ് ലൈനിലേക്ക് 1933 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. മയക്കുമരുന്ന് ഉപയോഗത്തിൽ നിന്നും മുക്തി നേടാനും പുനരധിവാസത്തെക്കുറിച്ചും ഉപദേശം ലഭിക്കാൻ ഹെൽപ്പ് ലൈനുമായി ബന്ധപ്പെടാം. ന്യൂഡൽഹിയിൽ മയക്കുമരുന്ന് ഏകോപന കേന്ദ്രത്തിന്റെ 7ാം ഉന്നതതല യോഗത്തിൽ വെച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് ഹെൽപ്പ് ലൈൻ പുറത്തിറക്കിയത്. കേരളത്തിൽ കനത്ത നാശം വിതച്ച് മഴ തുടരുന്നു. വടക്കൻ കേരളത്തിൽ 2 ദിവസം കൂടി കനത്ത മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് 11 വീടുകൾ പൂർണ്ണമായും 323 വീടുകൾ ഭാഗികമായും തകർന്നു. 62 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 1473 പേരെ മാറ്റിപ്പാർപ്പിച്ചു. കോഴിക്കോട് കക്കയം ഡാമിൽ ജലനിരപ്പ് ഉയർന്നതിനാൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. ഇന്ന് കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. അടുത്ത 2 ആഴ്ച സംസ്ഥാനത്ത് സാധാരണയേക്കാൾ കൂടുതൽ മഴ ലഭിക്കും. വയനാട്, കണ്ണൂർ, പാലക്കാട് ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി പ്രഖ്യാപിച്ചു. കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിൽ കോളേജുകൾ ഒഴികെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയായിരിക്കും. മാഹിയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി നൽകിയിട്ടുണ്ട്. പൊതുപരീക്ഷകൾ, സർവകലാശാല പരീക്ഷകൾ എന്നിവയ്ക്ക് മാറ്റമുണ്ടാവില്ല. വയനാട് നിരവിൽപ്പുഴ കുറ്റ്യാടി റോഡിൽ വാഹന ഗതാഗതം പുനരാരംഭിച്ചു. വലിയ വാഹനങ്ങൾ ഒഴികെ ചെറിയ വാഹനങ്ങൾ പോകാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. വെള്ളമിറങ്ങി തുടങ്ങിയതോടെയാണ് വാഹന ഗതാഗതം പുനരാരംഭിച്ചത്. മഴ തുടരുന്ന സാഹചര്യത്തിൽ ഇന്ന് പകൽ 11 മണി മുതൽ
തെന്മല പരപ്പാർ ഡാമിന്റെ 3 ഷട്ടറുകൾ 50 സെന്റിമീറ്റർ വീതം പടിപടിയായി ഉയർത്തി അധിക ജലം കല്ലടയാറ്റിലേക്ക് ഒഴുക്കും. കല്ലടയാറിന്റെ തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം. പാലക്കാട് ശിരുവാണി ഡാമിന്റെ റിവർ സ്ലൂയിസ് 40 സെന്റിമീറ്ററാക്കി ഉയർത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. പെരുമ്പാവൂരിൽ നിയമ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ അസം സ്വദേശി അമീറുൽ ഇസ്ലാമിന്റെ വധശിക്ഷ നടപ്പാക്കുന്നത് സുപ്രീംകോടതി സ്റ്റേ ചെയ്തു. വധശിക്ഷ ശരിവച്ച കേരള ഹൈക്കോടതി വിധിക്കെതിരെ അമീറുൽ ഇസ്ലാം നൽകിയ അപ്പീൽ ഹർജിയാണ് പരിഗണിച്ചത്. ഈ ഹർജി തീർപ്പാകും വരെയാണ് സ്റ്റേ. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ മെച്ചപ്പെടുന്നതിന്റെ സൂചനകളോടെയാണ് നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ 2ാം പാദം ആരംഭിച്ചതെന്ന് റിസർവ് ബാങ്ക്. കാർഷിക മേഖലയുടെ പുരോഗതിയും ഗ്രാമീണ മേഖലയിൽ ക്രയവിക്രയം മെച്ചപ്പെട്ടതും ഗുണപരമാണെന്ന് RBI പ്രതിമാസ ബുള്ളറ്റിനിൽ പറയുന്നു. കായിക പ്രതിഭകളെ ചെറുപ്രായത്തിൽ തന്നെ കണ്ടെത്താനുള്ള ഖേലോ ഇന്ത്യ റൈസിംഗ് ടാലന്റ് ഐഡന്റിഫിക്കേഷൻ പദ്ധതി കീർത്തിയുടെ 2ാം ഘട്ടം കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തി സംയോജിത പ്രതിഭാ തിരിച്ചറിയൽ സംവിധാനം വികസിപ്പിക്കുന്നതിനാണ് കീർത്തി വിഭാവനം ചെയ്തിരിക്കുന്നതെന്ന് മന്ത്രാലയം അറിയിച്ചു. ഏഷ്യാകപ്പ് വനിതാ ട്വന്റി ക്രിക്കറ്റിന് ഇന്ന് തുടക്കം. ഉച്ചയ്ക്ക് 2 മണിക്ക് ശ്രീലങ്കയിൽ നടക്കുന്ന ഉദ്ഘാടന മത്സരത്തിൽ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും നേപ്പാളും തമ്മിൽ ഏറ്റുമുട്ടും. രാത്രി 7-ന് 2ാം മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ ഇന്ത്യ പാകിസ്ഥാനെ നേരിടും. ശ്രീലങ്ക ആതിഥേയത്വം വഹിക്കുന്ന ടൂർണമെന്റിൽ 8 രാജ്യങ്ങളാണ് പങ്കെടുക്കുന്നത്. ശ്രീലങ്കൻ പര്യടനത്തിനുള്ള ഇന്ത്യൻ പുരുഷ ട്വന്റി ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനായി സൂര്യകുമാർ യാദവിനെ തിരഞ്ഞെടുത്തു. ഏകദിന ടീമിനെ രോഹിത് ശർമ്മ നയിക്കും. വിരാട് കോഹ്ലിയും ഏകദിന ടീമിലുണ്ട്. ശുഭ്മാൻ ഗില്ലാണ് ഇരു ടീമുകളുടെയും വൈസ് ക്യാപ്റ്റൻ. മലയാളി താരം സഞ്ജു സാംസൺ ട്വന്റി ടീമിൽ ഇടം പിടിച്ചിട്ടുണ്ട്. സ്വീഡിഷ് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് ക്വാർട്ടർ ഫൈനലിൽ സ്പാനിഷ് താരം റാഫേൽ നദാൽ അർജന്റീനയുടെ മരിയാനോ നവോണിനെ നേരിടും. ബ്രിട്ടന്റെ കാമറൂൺ നോറിയെ നേരിട്ടുള്ള സെറ്റുകൾക്ക് പരാജയപ്പെടുത്തിയാണ് നദാൽ ക്വാർട്ടർ ഫൈനലിൽ കടന്നത്. ഡച്ച് ലേഡീസ് ഓപ്പൺ ഗോൾഫ് ടൂർണമെന്റിന് ഇന്ന് തുടക്കം. നെതർലൻഡ്സിൽ നടക്കുന്ന ടൂർണമെന്റിൽ ഇന്ത്യൻ സംഘത്തെ തേസ്വ മാലിക് നയിക്കും. വാണി കപൂർ, റിദ്ധിമ ദിലാവാരി തുടങ്ങിയ താരങ്ങളും മത്സരങ്ങളിൽ പങ്കെടുക്കും. ന്യൂസിലൻഡിൽ നടന്ന കോമൺവെൽത്ത് ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ 1 വെള്ളിയും 3 വെങ്കലവും നേടി ഇന്ത്യ. ജമ്മു കശ്മീർ ഫെൻസർമാരാണ് ഇന്ത്യയ്ക്ക് വേണ്ടി അഭിമാന നേട്ടം കരസ്ഥമാക്കിയത്. ബംഗ്ലാദേശിൽ സർക്കാർ ജോലികൾക്കുള്ള ക്വാട്ട സമ്പ്രദായം പരിഷ്കരിക്കണമെന്നാവശ്യപ്പെട്ടുള്ള വിദ്യാർത്ഥി പ്രതിഷേധത്തെ തുടർന്ന് തലസ്ഥാനമായ ധാക്കയിൽ ഉൾപ്പെടെ അക്രമം. 1971-ൽ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനായി പൊരുതിയവരുടെ ബന്ധുക്കൾക്ക് പൊതുമേഖലയിലെ ജോലികൾ സംവരണം ചെയ്യുന്ന സമ്പ്രദായത്തിനെതിരെ സർവകലാശാല വിദ്യാർത്ഥികൾ ദിവസങ്ങളായി റാലികൾ നടത്തിവരികയാണ്. ധാക്കയിലെ മെട്രോ റെയിലും റെയിൽവേ സർവീസുകളും നിർത്തിവച്ചു. മൊബൈൽ ഇന്റർനെറ്റ് സേവനങ്ങളും നിർത്തി. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രിയുടെ ദ്വിദിന ഭൂട്ടാൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ഭൂട്ടാൻ രാജാവുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. അരുണാചൽ പ്രദേശ് നിയമസഭയുടെ ബജറ്റ് സമ്മേളനം ഇന്ന് ആരംഭിക്കും. പെമ ഖണ്ഡുവിന്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാർ വീണ്ടും അധികാരത്തിലെത്തിയതിനു ശേഷമുള്ള ആദ്യ ബജറ്റ് അവതരണമാണ് ഇത്. വോയിസ് ഓവർ ആർട്ടിസ്റ്റുകളെ പ്രോത്സാഹിപ്പിക്കാൻ ദേശീയ ചലച്ചിത്ര വികസന കോർപ്പറേഷനും OTT കമ്പനിയായ നെറ്റ്ഫ്ലിക്സും കൈകോർക്കുന്നു. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, മറാഠി തുടങ്ങിയ ഭാഷകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന വോയിസ് ഓവർ ആർട്ടിസ്റ്റുകൾക്ക് പ്രത്യേക പരിശീലനം നൽകുന്നതാണ് ദ വോയിസ് ബോക്സ് നൈപുണ്യ വികസന പരിപാടി. കൊച്ചിയിലും ആദ്യഘട്ടത്തിൽ പരിശീലനം നടക്കും. യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റായി ജർമ്മനിയുടെ ഉർസുല വോൺ ഡർ ലെയൻ തുടരും. ഇത് 2ാം വട്ടമാണ് ഉർസുല ഈ പദവിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ദുരന്ത നിവാരണ നിയമ ഭേദഗതി ഉൾപ്പെടെ 6 പുതിയ ബില്ലുകൾ പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ അവതരിപ്പിക്കും. 2030ഓടെ ഇലക്ട്രോണിക്സ് ഉൽപാദനത്തിൽ $50,000 കോടി മൂല്യം കൈവരിക്കാൻ ലക്ഷ്യമിട്ട് ഇന്ത്യ. വാഹനങ്ങളുടെ മുൻവശത്ത് ഫാസ്ടാഗ് ഘടിപ്പിക്കാത്തവരിൽ നിന്ന് ഇരട്ടി ടോൾ ഈടാക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ. മയക്കുമരുന്നുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുമായി പങ്കിടാൻ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ദേശീയ ഹെൽപ്പ് ലൈൻ നിലവിൽ വന്നു. വടക്കൻ കേരളത്തിൽ കനത്ത നാശം വിതച്ച് മഴ തുടരുന്നു. 4 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. 5 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. ഏഷ്യാകപ്പ് വനിതാ ട്വന്റി ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.